എടുത്തുകൊണ്ട് ദൈവമില്ലാത്തവരാണ്, മതമില്ലാത്തവരാണെന്നല്ല നമ്മളെക്കുറിച്ച് ദുഷ്പ്രചാരവേല നടത്തിക്കൊണ്ട്, ഞാൻ അടിവരയിടുകയാണ്, മതമില്ലാത്തവരാണ്, ദൈവമില്ലാത്തവരാണ് നമ്മളെന്നുള്ളത് ദുഷ്പ്രചാരവേലയാണ്. അതിൻ്റെ ആ വിഷയത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ഒരു വാചകം ഞാൻ പറയാം. കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ ഉണ്ടാകുന്നതിന് മുമ്പ്, കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ 1919 ഉണ്ടാകുന്നത്. ഫസ്റ്റ് ഇന്റർനാഷണൽ 1867 ഉണ്ടാകുമ്പോൾ മാർക്സിന്റെയും എംഗൽസിന്റെയും അതുപോലെ തന്നെ റഷ്യക്കാരനായിട്ടുള്ള മിഖായിൽ ബെക്കുനിൻ അദ്ദേഹത്തെ പുറത്താക്കേണ്ടി വന്നു. ഫസ്റ്റ് ഇന്റർനാഷണൽ അംഗത്വം എടുക്കാൻ നിരീശ്വരവാദികളെ മാത്രമേ അനുവദിക്കാവൂ എന്നൊരു വാദം ഉന്നയിച്ചു ഈ പറഞ്ഞത്. മാർക്സ് എംഗൽസ് പറഞ്ഞ എന്താ നിങ്ങൾ ഈ പറയുന്നത്? ഇന്റർനാഷണൽ വർക്കിംഗ് മെൻസ് അസോസിയേഷൻ തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതാൻ തയ്യാറാവുന്ന എല്ലാവർക്കും അംഗത്വം കൊടുക്കണം, അവർ മതവിശ്വാസിയായാലും ദൈവവിശ്വാസിയായാലും അല്ലെങ്കിലും. അപ്പം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. അപ്പം നമ്മൾ ദൈവത്തിനും മതത്തിനും എതിരാണെന്ന് പ്രചരിപ്പിക്കാൻ ചില തൽപരകക്ഷികൾക്ക് നമ്മളിൽ ചിലരും സഹായം നിൽക്കുന്നുണ്ട്. നമ്മൾ പലരും മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം വൈരുദ്ധ്യാത്മകവും ചരിത്രപരവുമായ ഭൗതികവാദത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ദൈവം എന്ന് പറയുന്ന അസംബന്ധം അങ്ങനെ ഒന്നുണ്ടോ, നിങ്ങൾ കാണിച്ചു തരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് യുക്തിവാദികളുടെ പ്രസംഗം നടത്തുന്നവരുണ്ട്. നമ്മൾ വൈരുദ്ധ്യാത്മകവും ചരിത്രപരവുമായ ഭൗതികവാദവും യാന്ത്രിക യുക്തിവാദികളല്ല നമ്മൾ. അത് നമ്മുടെ പല സഹാക്കളും മനസ്സിലാകാത്ത പ്രശ്നമുണ്ട്. EMS എഴുതിയത് നോക്കിയാൽ മതി. EMS എഴുതി കഴിഞ്ഞതാണ് ഇതിനെക്കുറിച്ച് എത്രയോ എഴുതിയതാണ് യുക്തിവാദികളും കമ്മ്യൂണിസ്റ്റുകാരും തമ്മിലുള്ള വ്യത്യാസം. ദൈവവിശ്വാസികളെയും മതവിശ്വാസികളെയും അണിനിരത്തിക്കൊണ്ടാണ് ബൂർഷ്വാസിക്കെതിരായിട്ട് സമരം ചെയ്യേണ്ടത്, ഫ്യൂഡലിസത്തിനെതിരായിട്ട് സമരം ചെയ്യേണ്ടത്, വർഗീയതയ്ക്കെതിരായിട്ട് സമരം ചെയ്യേണ്ടത്. അപ്പം ഇതെല്ലാം നിമിത്തം ഈ പ്രചരണം നടത്താൻ നമ്മുടെ എതിരാളികൾക്ക് നമ്മുടെ ശ്രദ്ധയില്ലായ്മയും വഴിവെച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഇവരെല്ലാം നമ്മുടെ കൂടെ തിരിച്ചു വരും. നമ്മൾ നമ്മുടെ തെറ്റുകൾ തിരുത്തി മര്യാദയ്ക്ക് അവരോട് പെരുമാറി അവർക്കൊപ്പം നിന്ന് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള സമരത്തിൽ നമ്മൾ ഏർപ്പെട്ടാൽ ഈ പോയവരെല്ലാം തിരിച്ചു വരും. പക്ഷെ അതിന് നമ്മൾ തയ്യാറാവണം. നമ്മുടെ കൂടെ വരാൻ അവർക്ക് അവസരം നമ്മൾ കൊടുക്കണം. നമ്മൾ നന്നായാൽ മാത്രമേ നമ്മുടെ കൂടെ വരാൻ നമ്മളെ വിട്ടുപോയവർക്ക് അവസരം ഉണ്ടാവൂ. ആ അവസരം കൊടുക്കാൻ നമ്മളെല്ലാം കൂടെ തീരുമാനിച്ചാൽ മതി. തീരുമാനിച്ചാൽ മാത്രം പോരാ, അത് പ്രാവർത്തികമാക്കുകയും വേണം. നമ്മളിതിലെ തീരുമാനങ്ങൾ എടുക്കും, പക്ഷെ അത് പ്രാവർത്തികമാക്കില്ല, കടലാസിൽ കിടക്കും, രേഖകൾ ഉണ്ടാക്കും നമ്മൾ. അത് നടപ്പാക്കില്ല എന്നുള്ളൊരു ദൗർബല്യം നമുക്കുണ്ട്. അത് തിരുത്തണമെന്നാണ് EMS നമ്മളോട് പറഞ്ഞിട്ടുള്ളത്.